ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമോടുകൂടി വരുന്ന കിഴക്കോട്ട് ദർശനത്തോടുകൂടി വരുന്ന ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഇവിടെ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്ന വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇന്റർലോക്ക് കട്ടയാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. 2 വലിപ്പമുള്ള വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ മിതമായ നിരക്കിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ശൈലിയുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. അവിടെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്, വീടിൻ്റെ ദർശനം കിഴക്ക് ഭാഗത്തേക്കും. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. നേരെ കയറി ചെല്ലുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായി തന്നെയാണ് ആ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് ഹാളിൻ്റെ 2 ഭിത്തിയിലും വലിപ്പം മാറുന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് നിർമ്മാണം. ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഡൗൺ സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നുമാണ് നമുക്ക് 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പോകാനുള്ളത്. നമുക്ക് ഇനി നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൻ്റെ പുറത്തേക്കായി നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ളൊരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരിക. വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏകദേശം 15 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഈ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതിന് ഏകദേശം 13 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഈ വീടിന് ലഭിക്കുക. 10 വർഷത്തോളം വാറണ്ടിയുള്ള ഫിറ്റിംഗ്സും സാനിറ്റൈസറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്ന് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ നമുക്ക് കാണാം. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് വേണ്ടി. സ്റ്റെപ്പ് നേരെ കയറി ചെല്ലുന്നത് ഒരു ഹോളിലേക്കാണ്. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിലും 3 പാളി വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ആ ഒരു ഏരിയയിലേക്കും ലഭിക്കുന്നുണ്ട്. ചെറിയൊരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിങ്ങിലെല്ലാം LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലായി നമുക്ക് 2 ബെഡ്റൂമാണ് ലഭിക്കുക. അതിൽ ഒരു
സ്റ്റഡി റൂമോട് കൂടി വരുന്ന റൂമാണ്. അതൊരു ബെഡ്റൂമായിട്ട് തരംതിരിക്കാവുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബെഡ്റൂം താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം ലഭിച്ചിട്ടുള്ള ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. അങ്ങനെ നമ്മളിപ്പോൾ വീടിൻ്റെ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ 4ാമത്തെ റൂമിലേക്ക് പോകാം. ഇതൊരു ബെഡ്റൂമായോ സ്റ്റഡി റൂമായോ കിഡ്സ് റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന 3+ ഒരു കിഡ്സ് റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 49 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.